കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു പത്രസമ്മേളനം വലിയ ആവേശം ജനങ്ങളിലാകെ സൃഷ്ടിച്ചത്. ആ പത്രസമ്മേളനത്തിലെ പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഇന്ത്യയിൽ ആദ്യമായി വീട്ടമ്മമാർക്ക് പെൻഷൻ പ്രഖ്യാപിച്ച സംസ്ഥാനമായി കേരളം മാറി എന്നുള്ളത് തന്നെയാണ്. മറ്റ് സാമൂഹിക സുരക്ഷാ പെൻഷനുകളൊന്നും വാങ്ങാത്ത കേരളത്തിലെ സ്ത്രീകൾ ഭർത്താക്കന്മാർ എത്ര സ്നേഹമുണ്ടെങ്കിലും സ്വന്തം ആവശ്യങ്ങൾക്ക് ചില്ലറ പൈസ വേണ്ടി വരും. 1000 രൂപ മാസം ലഭിക്കുക. 34 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ. സ്ത്രീ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ള കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇത്തരം ഒരു തീരുമാനം കൈക്കൊണ്ടത്. അതുകൊണ്ട് നിന്നില്ല. ക്ഷേമ പെൻഷൻ 60 ലക്ഷം പേർക്ക് നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ ക്ഷേമ പെൻഷന്റെ തുക 600 രൂപയായി. അത് എങ്ങനെയായിരുന്നു അപ്പൊ 600 വരെ കിട്ടിയത് എന്നുള്ളതിന്റെ കണക്ക് ഇതുപോലെ ഒരു പരിപാടിയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അനുഭവമുള്ളതാണ്. മാസം മാസം കിട്ടിയിരുന്നോ ഇല്ലയോ എന്നൊക്കെ. 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുന്നത് ഉറപ്പുവരുത്തി. അവിടെ കൊണ്ട് നിർത്തിയില്ല. ക്ഷേമ പെൻഷന്റെ തുക വർദ്ധിപ്പിച്ചു. 1600 വരെ എത്തി. അപ്പോഴാണ് പത്രസമ്മേളനം. ആ പത്രസമ്മേളനത്തിൽ ഒറ്റയടിക്ക് 60 ലക്ഷത്തിലധികം വരുന്ന മലയാളികൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ ക്ഷേമ പെൻഷൻ 400 രൂപ ഉയർത്തി 2000 രൂപയാക്കി മാറ്റിയ സർക്കാരാണ് LDF സർക്കാർ എന്നുള്ളത് ഞാനിവിടെ സൂചിപ്പിക്കാനായി. അതുകൊണ്ട് തീർന്നു. വിദ്യാർത്ഥികളും യുവജനങ്ങളും പഠിക്കുവാൻ വേണ്ടി തൊഴിലിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള കൈത്താങ്ങായി മാറാൻ സ്കോളർഷിപ്പ് 1000 രൂപ നൽകി അവരെ സഹായിക്കാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചു. തുടങ്ങി നിരവധി മേഖലയിൽ ക്ഷേമ പ്രഖ്യാപനങ്ങൾ ഈ ഗവൺമെന്റ് നടത്തി. ഇത് ആരോടാണ് ഈ സർക്കാരിന് താല്പര്യം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്താണ് ഈ സർക്കാരിന്റെ ഭരണത്തിലെ കാഴ്ചപ്പാട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അത് ഇനിയും തുടരും.